ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്രം. വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ തീരുമാനം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപടികൾ തുടങ്ങി. നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി. കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പ്രതികൾ ലഹരി ഉപയോഗിച്ചോ എന്ന് പരിശോധിച്ചില്ല. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും കോടതി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴിമുഖം പൂർണ്ണമായും മണൽ മൂടി. കടലിൽ പോകാനാകാതെ മത്സ്യത്തൊഴിലാളികൾ. സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്നതും ആശങ്ക. മണൽ നീക്കം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം. പൊഴിമുഖം പൂർണ്ണമായും അടയുന്നത് 11 വർഷങ്ങൾക്ക് ശേഷം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുന്നു. സമരത്തിന്റെ 12ാം ദിനം മൈം അവതരിപ്പിച്ച് പ്രതിഷേധം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി 6 ദിവസം ബാക്കി. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾ. ആശാവർക്കർമാരുടെ സമരം 63ാം ദിവസത്തിൽ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ഓശാന. പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും. വിശുദ്ധ വാരാചരണത്തിനും തുടക്കമാകും. കേരളത്തിന്റെ ഒരുമ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ ഓശാനയോടനുബന്ധിച്ചുള്ള കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ച് പോലീസ്. തൃശൂർ കേച്ചേരിയിൽ വീട്ടിൽ വൻ കവർച്ച. 32 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. മോഷണം നടന്നത് ഉറവിൽ അംജദിന്റെ വീട്ടിൽ. മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് ദുബായിൽ വെച്ചെന്ന് സൂചന. തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തമ്മിലുള്ള സംഭാഷണം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ NIA. തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരും. സ്മാർട്ട് ഫോണുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും തിരിച്ചടി തീരുവ ഒഴിവാക്കി US. ഒഴിവാക്കിയത് 10% അടിസ്ഥാന തീരുവ ഉൾപ്പെടെ. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്കും ബാധകം. ഏതാനും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാക്കി. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. രാജസ്ഥാൻ ബംഗളൂരു പോരാട്ടം വൈകിട്ട് 3:30 ജയ്പൂരിൽ. മുംബൈ ഡൽഹി മത്സരം രാത്രി 7:30. ജയം തുടരാൻ ഡൽഹിയും വിജയവഴിയിൽ. തിരിച്ചെത്താൻ മുംബൈയും ഇറങ്ങും.